എന്ത് ഇറങ്ങണ അപ്പറക്കട വട്ടം കറങ്ങിയതാ. പെട്ട് Reroute. Go straight on. മുന്നീ പോ. ദൂരദേശത്തിൽ തുളൈത്തായോ കൺമണി ഉണർത്തേടി ഞാനൊരു കാര്യം പറയട്ടെ, ഈ റോഡ് ശരിയല്ല കേട്ടോ, അത് ചെറിയ ചരിവൊക്കെ ഉണ്ട്. അത് ബാൽക്കൺസിന്റെ മുമ്പിലേക്ക് ബാൽക്കൺസ് റോഡ് ഇല്ലേ, നമ്മുടെ അൽബേനിയ അങ്ങനത്തെ കുറെ രാജ്യങ്ങളുണ്ട്. നമ്മൾ ജർമ്മനി പോകുന്നുണ്ടോ ഇതുവഴി? ഈ വഴി ജർമ്മനി കയറിട്ടാണോ പോണേ? ആയിരിക്കും. അല്ലല്ല, നമ്മൾ ഇവിടെ പോകുന്നത് പോളണ്ട് വഴി. പോളണ്ടല്ല നമ്മൾ പോകുന്ന വഴി, പോളണ്ട് വഴി നമ്മൾ പോളണ്ട് വഴി ആയിരിക്കും. അപ്പൊ വഴിയെ കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ശരിയായിരിക്കും. ഫ്രണ്ടിൽ ലെഫ്റ്റ് ആണേ. കണ്ണോട് കാൺവതെല്ലാം തലൈവ കണ്ണനുക്ക് സ്വന്തമല്ലേ, കണ്ണനുക്ക് സ്വന്തമല്ലേ. ഇങ്ങോട്ടടുത്ത് വരുന്നുണ്ടല്ലോ, ഇങ്ങോട്ടെടുത്ത ഫ്രണ്ടിൽ നിന്ന്. അവൻ നമ്മളെ കണ്ട് ഞെട്ടും, അവൻ വിറയ്ക്കും. നിന്നെയൊക്കെ നാലാൾ അറിയോടാ? പിന്നെ തുപ്പുഞ്ഞ. എത്രയിലാ പോണേ? ഞാനോ ദാണ്ടാ ഫ്രണ്ടിൽ പോന്ന്. അല്ല, ഫ്രണ്ടിൽ കിടക്കുന്നു. ഞാൻ 57. ഞാൻ ഞെക്കി പിടിച്ച് പോവാ. ക്രൂസ് ചെയ്തേക്കുവാണ്. അല്ല, ഞെക്കി പിടിച്ചേക്കാ. ക്രൂസ് കയറുക വണ്ടിയൊക്കെ. ക്രൂസ് ചെയ്യണം. എത്ര ക്രൂസ് എന്ന് പറ. അല്ല, എനിക്ക് നീ വലിയ സ്പീഡിലോട്ട് പോകാനായിട്ട് തോന്നണല്ലോ. ഞാൻ 59 ക്രൂസ് ചെയ്തിട്ട് നിന്റെ കുറച്ച് ഡിസ്റ്റൻസിലാണ് നിക്കണേ. അന്ന് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയാം. ക്രൂസ് ഒന്നുമില്ല, ഒക്കെ ഫുള്ള് വളഞ്ഞിരിഞ്ഞ വഴികളാ, കുറച്ച് ടഫാണ്. എന്തോന്ന് വളഞ്ഞും തിരിഞ്ഞ വഴിയാ ക്രൂസ് ചെയ്തിട്ട് കാര്യമില്ലെന്ന്? അല്ല, വളഞ്ഞും തിരിഞ്ഞ വഴിയില്ലേ ഒരൊക്കെ പിടിക്കേണ്ടി വരും. അപ്പൊ ക്രൂസ് ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ല. ഞെക്കി പിടിച്ചെങ്കിൽ പോരെ. നമുക്ക് ഇവിടെ കേട്ട് ക്രൂസ് ചെയ്യാം. നല്ലൊരു ലേക്കാണോ റിവറാണോ?
ഉറങ്ങി വീഴ്. വണ്ടി മിക്കവാറും ഇടിക്കും കണ്ടു. വണ്ടി മിക്കവാറും ഒരു ക്യാമ്പ്. കമ്പനി പുതിയ വണ്ടി ഇറക്കിയതാണ്. ഇറക്കിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ള അപ്പടെ 3 വണ്ടി കമ്പനിയിൽ ഇറക്കിയിട്ടുള്ളത്. ഇല്ല എന്റെ ഭാഗത്ത് ഒരു പിഴവുണ്ടാവില്ല. ഞാനാണ് അറിയാലോ പെട്രോൾ പമ്പ് എനിക്ക് കാണാൻ മേലാത്തതാണ്. സൈഡ് പെട്രോൾ പമ്പിന്റെ ബോർഡ് കണ്ട അപ്പ എനിക്ക് ഇടിക്കണം. അതറിയാം, കണ്ടിട്ടുണ്ട്. ഇത് കുറച്ച് ടഫാണ് ഈ വഴി തിരിച്ചെടുക്കുക. ഇരിക്കുക റൗണ്ട് പോട്ടാ. കുറച്ച് ടഫ് ടഫാണ്. Finding a new route. സൈഡ് പറയാൻ കണ്ണയില്ലാത്തതിന്റെ കുറവുണ്ട്. അത് സത്യല്ലേ, കണ്ണങ്ങൾ ആണായിരുന്നു. തമിഴിലുണ്ടാ? Get ready to turn right. ഇരവും പകലും ഒன்றല്ലോ. Turn left. Reconsider. തലൈവാ. ഓ ഇന്നലെ തളപതി തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാ? തളപതി പുള്ളിക്ക് അഭിനയൊക്കെ വിട്ട് പാർട്ടി കയറുന്നൊക്കെ അറിഞ്ഞ്. അതിലെനിക്ക് വിഷമമുണ്ട്, ഞാൻ ഖേദിക്കുന്നു. പുള്ളിക്ക് ആവശ്യമില്ല അല്ലേ അതിന്റെ ഒന്നും? പുള്ളിക്ക് ആവശ്യമില്ലെന്ന് പറയാൻ പറ്റുമല്ല. പുള്ളി നല്ലത് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. Please mind the speed. പറയാൻ പറ്റത്തില്ല. എന്നാലും Go straight on. ഗോപിയെണ്ണം വന്ന പോലെ. ഇല്ല അതേപോട്ടൊന്നും അല്ല. പുള്ളിയുടെ പാർട്ടിയുടെ പേര് തന്നെ കേട്ടാ അതില്ല. എന്തുവാ? Go straight on. ഗോപിയെണ്ണം പോരെ? ഞാനിതങ്ങ് എടുക്കുവാ. അതല്ല, ഗോപിയെണ്ണം എങ്ങനെയാണ്? ഗോപിയുടെ വഴിതെറ്റി. ഇതുവഴിയാ? ഇതുവഴി മോളി. എന്നാണ് യോക്കം? ചവിട്ട് എങ്ങോട്ടാ പോയ അവിടുന്ന്? മോളിലോട്ട് പോയിട്ട് മോളിലോട്ട് റൈറ്റ് കേറിയിട്ട് റൈറ്റ് ഇങ്ങനെ കറങ്ങി വന്നാ മതി. ഞാൻ മോളിൽ നിൽപ്പുണ്ട്. അന്ന് സ്ട്രെയിറ്റ് ഞാൻ റൈറ്റ് കയറിയൊക്കെ കണ്ടില്ലേ? ഞാൻ റൈറ്റ് കയറി കണ്ടില്ലയോ? എനിക്ക് നേരെയാണ് വഴി. എനിക്ക് നേരെയാണോ വഴി? ഓ നീ റൈറ്റ് കയറി കണ്ടുകൊണ്ടാണ് വഴി തെറ്റിന്ന് പറഞ്ഞത്. Okay, let's find a new route. ഞാൻ എടുക്കട്ടാ? റൈറ്റ് ലെഫ്റ്റ് ഒക്കെ ഉണ്ട് പറയണം കേട്ടാ. ഓ ഞാൻ കേറിയപ്പോ കണ്ടു കാണുന്നു. അതല്ലേ കേറിയപ്പോ കണ്ടപ്പോ ഞാൻ അപ്പുറത്തോട്ട് പാസ്സായി പോയി. 10ാം ക്ലാസ് പാസ്സായി. പച്ചക്കിളികൾ കൂടോ വണ്ടി പോണിയല്ലേ നീ? ഗോപിയെണ്ണം പോരെ യോക്കോ നാട്ടില്? എനിക്കറിയത്തില്ല. ഞാൻ ഈ പാർട്ടി പരിപാടിക്കൊന്നും നിൽക്കാറില്ല. അല്ല അങ്ങനെ കേട്ടിട്ടുണ്ടോ ചോദിച്ചാ? ഞാനങ്ങനെ പാർട്ടി പരിപാടിയൊന്നും ഞാൻ നോക്കാറില്ല. വിജയ് തന്നെ പാർട്ടിയിലോട്ട് ഇറങ്ങിയപ്പോ തന്നെ എന്റെ ചക്ക് തീർന്നു. എനിക്ക് തോന്നി അത് വേണ്ടായിരുന്നു. ആ സാധനം അടിച്ചേ. പുള്ളി 2-3 മൂവി ഫ്ലോപ്പ് അല്ലായിരുന്നോ ഈ കണ്ടിന്യൂസ് ചെയ്ത്? ഫ്ലോപ്പ്? ആര് പറഞ്ഞു ഫ്ലോപ്പ് ആയിരുന്നു?
ലിയോ ചോദിച്ചു. അതിന് മുമ്പ് വേറെ ചെയ്തായിരുന്ന മറ്റേ വാരിസാ? മാലിസും പിന്നെ ബീസ്റ്റാ? ബീസ്റ്റ് ഒക്കെ. ഫ്ലോപ്പ് ഒന്നും എങ്ങനെ പറയാൻ പറ്റണേ? പക്ഷെ അത്രയും ഇതൊന്നും അല്ലായിരുന്നല്ലോ, ഹിറ്റ് ഒന്നും അല്ലായിരുന്നു. കളക്ഷൻ വെച്ച് പാടം ഹിറ്റൊക്കെ തന്നെയാണ്. രണ്ട് അങ്ങനെ പടവും നല്ല ഹിറ്റായിരുന്നു. വൻ റേറ്റ് ആയിരുന്നു കളക്ഷൻ വൈസ്. അല്ല ബിസിനസ് സ്റ്റോറി അല്ലേ, വൈസ് അവർക്ക് പൈസ അല്ല കിട്ടിയാ പോരെ. അവർക്ക് കിട്ടിയാൽ മതി. അതല്ല സ്റ്റോറി വെച്ച് നോക്കുമ്പോഴേ അല്ല സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിൽ പടത്തിനകത്ത് ഇച്ചിരി ശോകമാണ്. പക്ഷെ ബാക്കി എല്ലാം കിടിലുമായിരുന്നു. ബിസിനസ്സുകാർക്ക് പൈസ, പ്രൊഡ്യൂസർമാർക്ക് പൈസ കിട്ടി, And then continue straight കിട്ടി, on. അത് മതി, അത് തന്നെ ധാരാളം. ഇതിലാണ് കിട്ടുന്നതല്ലേ പൈസക്ക്. സ്റ്റോറി പോകാനാണെങ്കിലും പൈസ കിട്ടും. Go straight കഥ on. കണ്ടേലും ഇല്ലേലും വിജയ് എന്ന് പറഞ്ഞാൽ തന്നെ പടം ഹിറ്റാണ്. പുള്ളിക്ക് അത്രയും ഫാൻ ബേസ് ആണല്ലേ ഭയങ്കര. മറ്റേ ഇങ്ങനെ മൂവി ഉണ്ടായിരുന്നു അജിത്തിന്റെ തുനിവാ, ഒരു മൂവി ഇറങ്ങിയായിരുന്നല്ലോ, ഞാൻ കണ്ട്. അതെങ്ങനുണ്ട്? അതും എനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസായിരുന്നു. അതിനകത്ത് മഞ്ജു വാര്യരുടെ ക്യാരക്ടർ